السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹബ്ബത്ത് വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈസ ഫിൽ ജന്നത്തി നഈമുൻ അഅ്ലാ മിൻ നഈമി അഹ്ലിൽ മഅരിഫത്തി വൽ മഹബ്ബ. സ്വർഗത്തിൽ മഅരിഫത്തിൻ്റെയും മഹബ്ബത്തിൻ്റെയും ആളുകൾക്കുള്ള സുഖത്തേക്കാൾ മികച്ച ഒരു സുഖം ആർക്കുമില്ല. മഅരിഫത്തിന് അള്ളാഹിനെ അറിയാം, മഹബ്ബത്തിന് അള്ളാഹിനെ ഇഷ്ടം വെക്കുക. നമ്മൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാവിലെ തന്നെ സുബഹി നിസ്കരിച്ച് ഇവിടെ ഇത് എന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കേൾക്കാൻ വരാനുള്ള കാരണം എന്താ? അള്ളാഹിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ മുഴുകുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ അടയാളമാണ്. നമ്മൾ മഹബ്ബത്ത് ബാധിച്ചാൽ പോരല്ലോ. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് എല്ലാവർക്കും ബാധിക്കുക, അത് വളരെ സുഖമുള്ള കാര്യമാണ്. പക്ഷേ അത് ഭയങ്കര പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒന്ന് മരണം ഇഷ്ടപ്പെടുക, എപ്പോഴും മരിക്കാൻ, അള്ളാഹുവിനെ കാണാൻ ഒരാൾക്ക് ഹൃദയത്തിൽ കൊതി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം, അല്ലേ? അത് ഒരുപാട് നമ്മൾ വിശദീകരിച്ചു. പിന്നെ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണ നമ്മളെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്മരണ. വമിൻഹ അൻ യകൂന മുസ്തഹ്തിറൻ ബിദിക്രില്ലാഹ് എന്നാണ് ഇതിനിവിടെ ഇബാറത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദിക്ർ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ മാറ്റം വരുത്തേണ്ട ഒരു സംഗതിയാണ്. ലാ യഫ്തുർ അൻഹു ലിസാനുഹു വലാ യഖ്ലു അൻഹു ഖൽബുഹു. നമ്മുടെ നാവിൽ ദിക്ർ വേണം, ഹൃദയത്തിലും ദിക്ർ വേണം. അങ്ങനെ അന്തം വിട്ട് ചെല്ലുക എന്നല്ല കേട്ടോ, നമ്മൾ ആ രീതിയല്ല പറയുന്നത്. അള്ളാഹുവിന് പറയും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ഒരു ഒറ്റ പ്രാവശ്യത്തെ പോലെ അള്ളാഹിനെ സ്മരിക്കാതെ വേണമെങ്കിൽ നമുക്ക് 33 വട്ടം സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയാൻ പറ്റും. ആ പണിക്ക് അള്ളാഹ് കൂലി തരും, അത് ശരിയാണ്, അതല്ല പറയുന്നത്. അൽഹംദുലില്ലാഹ് 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 33 വട്ടം പറയുമ്പോൾ നമുക്ക് അള്ളാഹിനെ തീരെ മനസ്സിലിങ്ങോട്ട് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് ദിക്റാവില്ല, നാവ് കൊണ്ടേ ആവുള്ളൂ. അപ്പോൾ നാവിലും ഹൃദയത്തിലും അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിൽക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അയാൾ ഓർക്കൂലേ? അയാളോട് ബന്ധപ്പെട്ടതിനൊക്കെ ഓർക്കും. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഓർക്കും, അതിനോട് ബന്ധപ്പെട്ടതൊക്കെ ഓർക്കും. അപ്പോൾ അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നത് ഇഷ്ടമാവുക, ഖുർആനിനോട് ഇഷ്ടമാവുക, അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹിൻ്റെ റസൂലിനോട് ഇഷ്ടമാവുക, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഇഷ്ടപ്പെടുക. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹിൻ്റെ സംസാരം എന്ന് പറയുന്ന കലാമും ഖുർആൻ ഇഷ്ടപ്പെടുക, അള്ളാഹിൻ്റെ ദിക്ർ ഇഷ്ടപ്പെടുക, അള്ളാഹിൻ്റെ ദൂതരായ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇഷ്ടപ്പെടാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ നാട് പോലും നമുക്ക് ഇഷ്ടേക്കാരം, അയാൾ താമസിക്കുന്ന നാട് പോലും. അപ്പോൾ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന നിലക്കാണ്. ഖുർആൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന രീതിയിലാണ്. അപ്പോൾ ഖുർആൻ ഭയങ്കര ഇഷ്ടം ഒരാൾക്ക് ഇങ്ങനെ വരുന്നുണ്ടോ? ഓരോരുത്തരെ ആലോചിച്ച് നോക്കി. അള്ളാഹിനെ അങ്ങനെ സ്മരിക്കൽ നമുക്ക് വല്ലാതെ ഇഷ്ടമായിട്ട് വരുന്നുണ്ടോ? അത് നമ്മൾ മറ്റൊന്നിനോട് തുലനം ചെയ്ത് നോക്കണം. ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മക്കൾ, അവരെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമാവുക, അവരെ അങ്ങനെ. എത്രത്തോളം എന്നറിയാം, അള്ളാഹിനോട് ഇഷ്ടമല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മുഴുവൻ പടപ്പുകളോട് ഇഷ്ടേക്കാരെന്നാ വേണ്ടേ?
അള്ളാഹുവിനോട് ഒരാൾക്ക് ഇഷ്ടം വല്ലാതെ ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ മുഴുവൻ പടപ്പുകളോട് ഇഷ്ടമായിരിക്കും. മുഹിബ്. കാരണം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹിൻ്റെ പടപ്പല്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ട പടച്ചവൻ്റെ സൃഷ്ടിയല്ലേ ഇതൊക്കെ ഈ ഭൂമിയിലുള്ള. അപ്പോൾ ഒരു നായനെ കാണുന്നത് പോലും നമുക്ക് ആ നിലക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പടച്ചവൻ്റെ സൃഷ്ടിയിലെ ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ അതിനോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടായിത്തീരുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ പിന്നെ ഖുർആനോടും റസൂലുള്ളാഹിനോടും സ്വാലിഹീങ്ങളായ അള്ളാഹിൻ്റെ അടിമകളോട് നമുക്ക് ഇഷ്ടം വേണ്ടേ? അപ്പോൾ ആരും നമ്മളെന്താക്കേണ്ട, മോശമാക്കേണ്ട. എല്ലാ സ്വാലിഹീങ്ങളായ ആൾക്കാരോട് നമുക്ക് ഇഷ്ടം. അതങ്ങനെ കാലി മനസ്സൊന്നും പറ്റൂല. ഇഷ്ടമുണ്ടോ അല്ലേ ചോദിച്ചാൽ ഒന്നുമില്ലാതെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റൂല. അള്ളാഹിനോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഖുർആനിനോട്, അള്ളാഹിൻ്റെ റസൂലിനോട്, അള്ളാഹിൻ്റെ അടിമകളോട്, പള്ളിയിൽ പോണവരോട്, അള്ളാഹിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളോട്. അതാണ് നമ്മൾ അത്തഹിയാത്തിൽ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാനുള്ള കാരണം. നമുക്കുണ്ടാവട്ടെ രക്ഷ, സ്വാലിഹീങ്ങളായ അള്ളാഹിൻ്റെ അടിമകൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ഇഷ്ടം വെക്കുകയാണ്. ആ ഇഷ്ടം വെക്കുന്ന ആളുകൾക്കുള്ള സലാം പറച്ചിലാണ് ഓരോ നിസ്കാരത്തിനെയും അത്തഹിയാത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നോക്കി, ഇതിന് നമ്മൾ വേറെ പാടുണ്ട്, ഉഖുവത്തിൻ്റെ, സുഹബത്തിൻ്റെ, സഹവാസത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പാടെന്ന് പറഞ്ഞിട്ട് വിശാലമായൊരു പാഠം ഇഹ്യായിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷയം മറ്റൊന്നിലേക്ക് പോവുക. നോക്കൂ നിങ്ങൾ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബി നിങ്ങൾ പറയണം, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നബിനോട് അള്ളാഹു പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് കാണാം. ഏത് ഹദീസ് അറിയാം? അഹിബ്ബുല്ലാഹ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹദീസ്. നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടണം. എന്തിനു വേണ്ടി? ലിമാ യഗ്ദൂക്കും ബിഹി മിൻ നിഅമിഹി, അള്ളാഹു അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളുടെ പേരിൽ, ഭക്ഷണ വിഭവങ്ങളുടെ പേരിൽ. വാഹിബ്ബൂനി ലില്ല, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി പറയാം, ലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടണം. അള്ളാഹിൻ്റെ ദൂതനല്ലേ, ദൂതന്മാരെ നമുക്ക് ഇഷ്ടമുണ്ടാവൂലേ? നമ്മളെ മക്കളപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാതൊരു ബന്ധമില്ലാത്ത മക്കളെ സുഹൃത്തുക്കളെ നമുക്ക് ഇഷ്ടമായിരിക്കും. എൻ്റെ മകൻ്റെ ചങ്ങാതിയാണെന്ന് പറയുമ്പോൾ അവനോടൊരു ഇഷ്ടം ഉണ്ടാവില്ലേ? ആ ചങ്ങാതിൻ്റെ പേര് നമുക്ക് അറിയണമെന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വന്നാൽ മതി, നമ്മൾ പറഞ്ഞയച്ചാൽ മതി, മകൻ പറഞ്ഞയച്ചാൽ മതി, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എൻ്റെ ഒരു ചങ്ങായി വരുന്നൊരു വഴിക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളെ പരിഗണിക്കണ മാതിരി വീട്ടിൽ കയറ്റിയിരുത്തി എന്തൊക്കെയൊക്കെ നമ്മൾ പരിഹരിക്കൂലേ, സൽക്കരിക്കൂലേ? നമുക്ക് പരിചയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം ഒരു സൂഫി പറയുന്നുണ്ട്, ഒരു പണ്ഡിതൻ, ഞാൻ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൻ്റെ കാലത്ത് രാത്രിയും പകലും ഖുർആൻ ഓതുമായിരുന്നു. പിന്നെ കുറച്ച് കാലമായപ്പോൾ ഞാൻ ഓത്തിങ്ങനെ നിർത്തി. അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഇൻകുന്ത തസ്ഉമു അന്നക തുഹിബ്ബുനി, അല്ല എനിക്കിപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടാണെന്നല്ലോ, എന്നോട് ഇഷ്ടമുണ്ട് എന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കിതാബിനെ നീ ഉപേക്ഷിച്ചത് എന്ന്. അപ്പോൾ ഇത് ഓതി നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഉണർന്നു. അങ്ങനെ ഖുർആനോടുള്ള മഹബത്ത് എൻ്റെ ഹൃദയത്തിൽ വരികയും അങ്ങനെ പഴയ രീതിയിൽ ഒഴിവിട്ടുമ്പോഴൊക്കെ ഖുർആൻ എടുത്ത് ഓതുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്തു. ഇതൊക്കെ പരമാവധി പഠിക്കാൻ വേണ്ടി കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളങ്ങനെ കാലം കഴിച്ചിട്ടുണ്ടല്ലോ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും, ഇനിയിപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്കിനി സമയം കഴിഞ്ഞ്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. സ്വഹാബത്തൊന്നും മദ്രസയിൽ പഠിച്ചായിട്ടല്ലല്ലോ ദീൻ നേടിയത്. അവരൊക്കെ 40, 45, 50 വയസ്സൊക്കെ ആയിട്ടല്ലേ തനി ശിർക്കുന്ന് ഇസ്ലാമിൻ്റെ മറ്റ് മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന് 50, 55, 60, 65 വയസ്സായതിനു ശേഷമല്ലേ ഓരോരുത്തർ ഇസ്ലാമിലേക്ക് വരുന്നത്. ചിലവർ നേരത്തെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടല്ലേ അവർ ഖുർആനും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മളും പഠിക്കുക തന്നെ. വയസ്സായി എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മളിപ്പോൾ
ഞാനിത് പറയാൻ കാരണം നമ്മളെ ഒരു സംവിധാനത്തിലുണ്ട് ഇപ്പോൾ ശരിയ അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കൊല്ലം നമ്മൾ അള്ളാഹാൻ്റെ കീബിഡിന് ഖുലാ റബ്ബിനാസ് വരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പഠിച്ചായിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ എന്താ റാഹത്താ. അങ്ങനെ നമ്മൾ ചെല്ലേണ്ട ദിക്കറും ദുആവും ഇപ്പോൾ 40 ഹദീസും നമ്മൾ ആദ്യത്തെ വർഷം പഠിപ്പിക്കും. പിന്നെ നന്നായിട്ട് പഠിക്കണം ഉദ്ദേശിക്കുന്നവർക്ക് ഖുർആൻ അറബി ഭാഷയും പഠിപ്പിക്കും. 5 കൊല്ലത്തെ കോഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാൻ മതി. അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കുക. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറേ കാലം വേദ കേട്ട് നീണ്ട വേദ കേട്ടേണ്ട പോലെ കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ അള്ളാഹിനെയും റസൂലിനെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വേദ കേൾക്കുക. ആഖിറം കുറേ കഥ ഇങ്ങനെ കേട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊന്നുമില്ല, അതും ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. അതും മോശപ്പെട്ട കാര്യമെന്നല്ല ഈ പറയുന്നത്. ഒക്കെ നല്ലതാണ്, ഓരോന്നിനും അതിൻ്റെതായ പുണ്യം ഉണ്ടാകും. നമ്മളിപ്പോൾ ശ്രദ്ധിക്കലേതാ ഏറ്റവും വലിയ പുണ്യം ഏതാണ്, അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ നിനക്ക് പറഞ്ഞതാണ് ഞാൻ. ഒന്നും മോശമല്ല, ആരും മോശമാക്കാനും പാടില്ല. ഓരോരുത്തരെയും ഉദ്ദേശശുദ്ധി എന്താണ് നമുക്കറിയില്ലല്ലോ. എല്ലാവരും നല്ലപോലെ തന്നെ. അപ്പോൾ സഹ്ൽ റഹ്മഹുല്ല പറയുന്നുണ്ട്, ഒരാൾ അള്ളാഹു അലാമത്ത് ഹുബില്ലാഹി ഹുബുൽ ഖുർആൻ, അള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം പരിശുദ്ധ ഖുർആനോട് സ്നേഹം ഉണ്ടാവരാ. ഹുബുൽ ഖുർആൻ ഹുബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനോടുള്ള മഹബത്ത് റസൂലുള്ളാഹിനോടുള്ള മഹബത്താണ്. കാരണം ഖുർആൻ നമുക്ക് കൊണ്ടുവന്നാരാ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നബിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ടാകും ഇങ്ങനെ ഹുബ്ബു സുന്നത്തി, നബിൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അലാമത്തി ഹുബ്ബി സുന്ന, റസൂലുള്ളാഹിൻ്റെ ചര്യനെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം എന്താ? ഒരിക്കൽ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് ഉണ്ട് എന്നുള്ളതിനുള്ള അടയാളം എന്താ? ഹുബ്ബുൽ ആഖിറത്തി, അയാൾക്ക് ആഖിറത്തിനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും. ആഖിറത്തിനോട് ഇഷ്ടമല്ലാതെ ഒരാൾക്ക് നബിൻ്റെ സുന്നത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ കൂട്ടൂല, ശരിയല്ല. അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഖുർആനോട് ഇഷ്ടം ഉണ്ടാവുക എന്നില്ല. അപ്പോൾ ഖുർആനോട് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല, അതിങ്ങനെ മറിച്ച് ഓതുന്ന പരിപാടിയൊന്നുമില്ല. ഒഴിവുള്ള സമയമൊക്കെ ഖുർആൻ ഓതാൻ വിനിയോഗിക്കുക എന്നൊരു വലിയൊരു കാര്യമല്ലേ. നമുക്ക് എത്രങ്ങാനും സമയം കിട്ടലുണ്ട് ഏതെങ്കിലും പരിപാടിക്ക് പോയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്, ഖുർആൻ എടുത്തങ്ങ് ഓതാൻ കൂട്ടരെ. എത്ര സമയം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, വെറുതെ ഒത്തിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കുക അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കുറച്ച് ഏത് ഒഴിവുണ്ടെങ്കിൽ ഞാൻ 2 പേജ് ഖുർആൻ ഓതട്ടെ, അങ്ങോട്ട് ബാക്കിയുള്ള കാര്യം ആക്കാമെന്നാണ് തീരുമാനിക്കുക. നമ്മൾ വാദിച്ചാൽ പോരാ. അതാ തുടക്കത്തിൽ പറഞ്ഞത്, എന്തൊരു സുഖമാണ് മഹബത്ത് വാദിക്കാൻ. പക്ഷെ അതുള്ള ആൾക്കാർ എത്ര കുറവാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഖുർആനോട് ഇഷ്ടമുണ്ടോ? അതിൻ്റെ അർത്ഥം, അതിന് തെളിവ് എന്താ? റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടാകുക. കാരണം ഖുർആൻ നബി അള്ളാഹു റസൂലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിന് തെളിവ് എന്താ? നബിൻ്റെ സുന്നത്തിനോട് ഇഷ്ടപ്പെടുക. നബി എന്താ ചെയ്തത് ഇത് ഇങ്ങനെ നോക്കി ചെയ്യുക. നബി ആ വിഷയത്തിൽ എങ്ങനെയാണ് ചെയ്തത്, നബി എന്താണ് എങ്ങനെ നിസ്കരിച്ചത്, നബി എങ്ങനെയാണ് കുളിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഒന്നുണ്ടാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പല്ല് തേച്ചത്, നബി എപ്പോഴൊക്കെയാണ് പല്ല് തേച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാത്റൂമൊക്കെ എങ്ങനെ പോയത്, അപ്പോൾ എന്താ ചൊല്ലിയത്. എല്ലായിടത്തും നബിൻ്റെ സുന്നത്തിനോട് ഇങ്ങനെ ഇഷ്ടം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട്, റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തെളിവെന്താ? ആഖിറത്തിനോട് ഇഷ്ടം ഉണ്ടാകുക. ദുനിയാവിനോടല്ല, ആഖിറം അതിനോട് ഇഷ്ടം ഉണ്ടാവുക. ആഖിറത്തിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിനുള്ള തെളിവെന്താ? ദുനിയാവിനോട് ഇഷ്ടമല്ലാക്കുക. ദുനിയാവൊക്കെ എന്ത്, അതൊക്കെ ആഖിറത്തേക്കുള്ള ഒരു വഴി, ഒരു യാത്രാ വഴി, അതിലപ്പുറം ഒന്നുമില്ല. നമ്മുടെ നാട് ഓരോരുത്തർക്കും ഓരോ നാടില്ലേ. പരപ്പനങ്ങാടിന്നോ കീശേരിന്നോ മുണ്ടമ്പറമ്പ് എന്ന് പറയുന്ന നാടൊക്കെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ഏതോ ഒരു നാട്ടിൽ കച്ചവടത്തിന് പോയി, ഹൈദരാബാദിലോ മറ്റോടൊക്കെ ഒരു കച്ചവടത്തിന് പോയി. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നാടിനോട് ലിസ്റ്റ് ഉണ്ടാകുക, അല്ല നിങ്ങളവിടെ ജോലി ചെയ്യുന്ന ആ പീടിക കച്ചവടം നടത്തണമെങ്കിൽ ആ നാട്ടിനോടല്ലല്ലോ. ഒരു ചെറിയ എൻ്റെ കച്ചവടം നടക്കുന്ന സ്ഥലം എന്ന രീതിയിൽ എന്നതിനപ്പുറം നമുക്കെപ്പോഴും ഇഷ്ടമുണ്ടായാലും എവിടെയാണ്? നമ്മളെ സ്വന്തം നാടാണ്. അപ്പോൾ ആഖിറം ഇഷ്ടമുണ്ട് എന്നുള്ളതിന് തെളിവ് ദുനിയാവിനോട് ഇഷ്ടമല്ലാക്കലാണ്. ഒഴിവ് കിട്ടിയാൽ നമ്മൾ നാട്ടിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അതാണ് ആഖിറത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. ദുനിയാവിനോട് ഇഷ്ടമല്ല എന്നുള്ളതിന് എന്താ തെളിവ്? അല്ലാ യഖുദ മിൻഹ ഇല്ലാ സാദൻ വബൽഗത്തൻ ഇലൽ ആഖിറ, അതിൽ നിന്ന് ആഖിറത്തേക്ക് പോകാൻ ആവശ്യമായതല്ലാതെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. മർത്തബ മാറുകയാണ്, ഇല്ല മർത്തബയാണ്. അടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിനുള്ള ഒന്നാമത്തെ തെളിവ് ഖുർആനിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. ഖുർആനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചോടി.
ഖുർആൻ ഇഷ്ടപ്പെടാൻ തീരുമാനിച്ചോളൂ. അതങ്ങ് തീരുമാനിക്കണം, അല്ലാതെ ക്ലാസ് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഖുർആൻ എടുത്ത് ഓതുക എന്നുള്ളൊരു പതിവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. അത് ഒരു നേരം ഓതി ഇനിയിപ്പോൾ ഓതൂല അങ്ങനെയൊന്നും ആക്കണ്ട. ഒഴിവുണ്ടാകുമ്പോഴൊക്കെ ഖുർആൻ എടുത്ത് ഓതാനുള്ള ഒരു ഇഷ്ടം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഖുർആൻ നമുക്ക് അനുകൂലമായി ഖിയാമത്ത് നാളിൽ സാക്ഷിയായിട്ട് വരും. ചില ആൾക്കാർ ഖുർആനോത്തിനും താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ദിക്റല്ലേ കൊണ്ടുവെക്കും. തെറ്റല്ല, കൂലി തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ തന്നെയല്ലേ, അള്ളാഹിൻ്റെ കലാമല്ലേ. മറ്റുള്ള അള്ളാഹുവിൻ്റെ കലാം അങ്ങനെ തന്നെ പറയലല്ലേ നമ്മൾ മറ്റ് ദിക്ർ ചെല്ലുന്നതിനേക്കാൾ ഉത്തമം. മറ്റ് ദിക്ർ ചെല്ലണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഓരോ സമയത്തും ചെല്ലേണ്ട ദിക്റിനെ ചെല്ലിയാൽ തന്നെ അത്യാവശ്യം പാടുണ്ടാകും. വീട്ടിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ബാത്റൂമിൽ നിന്ന് കഴിയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വീടിൻ്റെ വാതിലടക്കുമ്പോഴും കിടക്കുമ്പോഴും എത്രയോ ദിക്റുണ്ട്, അതൊക്കെ വേണം. അപ്പോൾ ഖുർആൻ ഓതല്ലേ വേണ്ടത്. അപ്പോൾ ഖുർആൻ ഓതേണ്ട അടുത്ത് ഖുർആൻ ഓതണം. ആ ദിക്റൊക്കെ ഉണ്ട്, ഒക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചെല്ലണം, ഖുർആൻ ഇഷ്ടപ്പെടുക. മറ്റൊന്ന് വമിൻഹ അൻ യകൂന ഉൻസുഹു ബിൽ ഖൽവതി വമുനാജാതുഹു ലില്ലാഹി വതിലാവതി കിതാബി ഫയവാദി വല തഹജ്ജുദി വയഗ്തനിമു ഹുദൂ അൽ-ലൈലി വസഫാ അൽ-വഖ്തി മിൻ ഖിതാഇൽ ലവായിഖി. ഇതാണ് ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, അള്ളാഹുവുമായിട്ട് ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, അള്ളാഹുവുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുക. അള്ളാഹുവേ, നിൻ്റെ പടച്ചോനല്ലേ റബ്ബേ, എൻ്റെ പടച്ചോനല്ലേ, നീയല്ലേ റിസ്ക് തന്നത്. നമുക്കിങ്ങനെ പറയാൻ പറ്റണം പടച്ചോനോട്. അത് നല്ല രസമാണ്. നമ്മളങ്ങനെ പടച്ചോനോട് ഇങ്ങനെ വർത്താനം പറയാമെന്ന് പറയുമ്പോൾ, അത് അറബിയിൽ ഇങ്ങനെ പറയുമ്പോൾ നല്ല അറബിയിലോ മലയാളത്തിലോ നമുക്ക് കിട്ടുന്ന ഭാഷയിൽ അള്ളാഹുവായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തഹജ്ജുദിൻ്റെ നേരത്താണ് നടക്കുക. ബാക്കിയുള്ള സമയത്തൊക്കെ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഈ രാത്രിയുടെ ഈ ശാന്തതയും ഏകാന്തതയും ആ രാത്രിയുടെ അനുഗ്രഹീതമായ സമയവും മലക്കുകളുടെ സാന്നിധ്യമൊക്കെ ഉള്ള ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് ഈ പടച്ചോനോട്. പടച്ചോനെ, ജിന്നെ പടച്ചു, അള്ളാഹുവേ എനിക്ക് ജീവൻ തന്നു, പടച്ചോനെ എനിക്ക് ആരോഗ്യം തന്നു, ഞാൻ ഇപ്പം ഇവിടെ എത്തി, അള്ളാഹുവേ എനിക്ക് ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണവും വെള്ളവും തന്നു, അള്ളാഹുവേ നീ എനിക്ക് ആരോഗ്യം തന്നു, പടച്ചോനെ എനിക്ക് ഹിദായത്ത് തന്നു. ഇതിങ്ങനെ പറയാം പടച്ചോനോട് ഇങ്ങനെ. അള്ളാഹുവേ എനിക്ക് അള്ളാഹിൻ്റെ റസൂലിനെ തന്നു, ആ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ എന്നെ ആക്കി, എനിക്ക് ഇൽമു തന്നു, അത് പഠിക്കാൻ തൗഫീഖ് തന്നു, പഠിപ്പിക്കാൻ അവസരം തന്നു. അള്ളാഹുവേ കണ്ണ് കാതൊക്കെ ഇജ്ജ് തന്നാണ് പടച്ചോനെ. എൻ്റെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ കൊണ്ടാണ് എൻ്റെ മരണം. ദുനിയാവ് ആഖിറവും എൻ്റെതാണ്, അതിൽ ഞാൻ ചെറിയൊരു ജീവിയാണ് പടച്ചോനെ. ഈ ആകാശം ഭൂമിയൊക്കെ പടച്ചത് എനിക്കും വേണ്ടിയാണല്ലോ. ഇതൊക്കെ ഞാൻ ഉപകാരം എടുക്കുന്നുണ്ടല്ലോ റബ്ബേ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ വല്ലാത്തൊരു ലോകമാണിത്. ഈ പക്ഷികളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർക്ക് ഈ ദുനിയാവിൽ എത്ര കുറച്ച് മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. അവർക്കൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. നമുക്കാണെങ്കിൽ അള്ളാഹു ഈ ലോകം മൊത്തം തുറന്നു നിൽക്കുകയാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ദുനിയാവും ആഖിറൊക്കെ നമുക്കും വേണ്ടിയാണ്. നമ്മൾ ചെറിയ സൃഷ്ടിയാണോ ചോദിച്ചാൽ ചെറിയ സൃഷ്ടിയാണ്. എന്നാലോ വലക്കത് കറംനാ ബനി ആദം, നമ്മൾ ആദമിൻ്റെ മക്കളാണ്. ആദമിൻ്റെ മക്കളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അള്ളാഹുവുമായിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് വർത്താനം പറയുക, അള്ളാഹുവിനോട് സംസാരിക്കുക, അതാണ് വഅഖല്ലു ദറജാതിൽ ഹുബ്ബി, സ്നേഹത്തിൻ്റെ ഏറ്റവും ചെറിയ പദവി എന്ന് പറയുന്നത് സ്നേഹം. അള്ളാഹിനോട് മഹബത്തിനോടുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ ദറജ അത്തലദ്ദുദു ബിൽ ഖൽവത്തി ബിൽ ഹബീബ്, തൻ്റെ ഇഷ്ടക്കാരനായ പടച്ചോനോട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. വതനഉബു ബി മുനാജാതിഹി, ആ മുനാജാത്തിൽ ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ ഭയങ്കര ആസ്വാദനം കണ്ടെത്തുക. നിങ്ങൾ ശ്രമിച്ചോളി, അള്ളാഹു തരും. നിങ്ങൾ ഓരോ ദിവസം ഇരിക്കി. നമ്മളങ്ങനെ ചെന്നിട്ട് അല്ലാഹു അക്ബർ തക്ബീറൊക്കെ കെട്ടി സലാം വീട്ടി അത്തയ്യാത്തോതി നീച്ചു പോരല്ല. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അള്ളാഹിൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്, അവനെ കാണുന്നുണ്ട്, ഞാൻ അവനെ കാണുന്നുണ്ട്. അൻത അബ്ദുല്ലാഹ കഅന്നക തറാ, അതാണ് ഈമാൻ, ഇസ്ലാമിൻ്റെ പൂർണ്ണമായ ഇഹ്സാൻ എന്ന് പറയുന്നത്. അള്ളാഹിനെ കാണുന്നുണ്ട് നിലക്ക് നീ ആരാധിക്കുക. അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് ഇങ്ങോട്ട് കാണുന്നുണ്ടല്ലോ. ഫൈലം തക്കും തറാഹു ഫഇന്നഹു യറാഖ്, നമ്മൾ പടച്ചോനെ കാണുന്നുണ്ട്, പടച്ചോൻ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പോൾ പടച്ചോൻ്റെ നേരെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. പടച്ചോൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. വല്ലാഹു നാദിറുൻ ഖൽബക്,
അള്ളാഹുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. അള്ളാഹു തന്നെ കാണുന്നുണ്ട്. വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ പാവപ്പെട്ടവനായ എൻ്റെ കാര്യമൊക്കെ പടച്ചവൻ അറിയുമെന്ന് ആരൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈമാൻ പൂർത്തിയായിട്ടില്ല. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക്, ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിന് നാട്ടിലെ ഓരോരുത്തരും നോക്കാൻ പറ്റില്ല, മെമ്പർമാരെ നോക്കാൻ പറ്റുള്ളൂ. മെമ്പർക്ക് നാട്ടിലെ കുറേ ആൾക്കാരെ നോക്കാൻ പറ്റും, പക്ഷെ ഓരോരുത്തരെ അറിയാൻ പറ്റില്ല ഒരു ഭരണാധികാരിക്കും. എന്നാൽ രാജാതിരാജനായ റബ്ബ് കോടാനക്കോടി വരുന്ന മനുഷ്യന്മാരുടെ ഓരോരുത്തരെയും അറിയുന്നവനാണ്. ആലിമുൽ ഗൈബി വശഹാദ, മറഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനാണ്. അല്ലാമുൽ ഗുയൂബ്, സമീആണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാവരെയും കേൾക്കുന്നവനും. ബസീർ, എല്ലാം കാണുന്നവനും എല്ലാവരെയും കാണുന്നവനുമാണ്. അവിടെ ചെറിയ അടിമ, വലിയ അടിമ, രാജാവ്, അനുയായി, പാവപ്പെട്ടവനും മുതലാളി, അള്ളാഹ്ക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനും കുറച്ച് ഇബാദത്ത്, അങ്ങനെയൊന്നുമില്ല. അള്ളാഹു ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഒരാളെ അധികം കാണുകയും ഒരാളെ കുറച്ച് കാണുകയും അങ്ങനെയുമില്ല. കാരണം അള്ളാഹുവിൻ്റെ മുന്നിലുള്ളത് അൽ കശ്ഫു താം, സമ്പൂർണ്ണമായ അറിവാണുള്ളത്. അപ്പോൾ ഈ ഒരു ബോധത്തോടു കൂടി പടച്ചവൻ്റെ മുന്നിൽ ഇരുന്ന് വർത്തമാനം പറയാൻ നോക്കി ഭയങ്കര രസം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ മുനാജാത്തിൻ്റെ ഏറ്റവും ചെറിയ പടി എന്ന് പറയുന്നത് അത്തലദുദു ബിൽ ഖൽവത്തി ബിൽ ഹബീബ്, ഹബീബുമായിട്ട് ഒറ്റക്കിരിക്കുന്നതിലുള്ള രസം. ഒരാളിപ്പോൾ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ, നീ പ്രേമിക്കൊന്നും വേണ്ട, നല്ലൊരു ഇഷ്ടപ്പെട്ട ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും രസമുള്ള സമയത ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ വാതിലൊക്കെ അടച്ചിട്ട് ഓല് രണ്ടാളും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന രസമല്ലേ ഏറ്റവും രസം. പ്രേമെന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്. പ്രേമിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? ആരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വർത്തമാനം പറയുന്ന കണ്ടില്ല നിങ്ങൾ, പാർക്കിലും മറ്റോ മറിച്ചൊക്കെ. അപ്പോൾ ഹബീബാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ ഫമൻഖാൻ എന്നോമു വൽ ഇസ്തിഖാലു ബിൽ ഹദീസ്, കുറേ വർത്തമാനം പറഞ്ഞിരിക്കലും ഉറങ്ങലാണ് ഒരാൾക്ക് ഏറ്റവും രസം തോന്നുന്നതെങ്കിൽ വാത്തിയബ മുനാജാത്തില്ല, അതിനേക്കാൾ അള്ളാഹുവിനോട് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ രസം ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക, ഫോൺ വിളിച്ചിരിക്കുക, വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വിടുക, അതിനാണ് രസം കാണുന്നത് എങ്കിൽ കൈഫ തസ്ഹിഹു മഹബ്ബത്തു, പിന്നെ മഹബ്ബത്ത് പടച്ചോനാട് എന്നുള്ള വാദം എങ്ങനെ ശരിയാവുക? അതുണ്ടാവില്ല. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വെള്ളമില്ലാത്തൊരു സമയത്ത്, മഴയില്ലാത്തൊരു സമയത്ത് മൂസാ നബി ഒരു അടിമനെ തവസ്സുലാക്കിയിട്ട് ദ്വാരത്തിൻ്റെ സംഭവം, ഒരു കറുത്തൊരടിമനെ, പടച്ചോനെ ഈ അടിമൻ്റെ വർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, മഴ തരണേന്ന്. അതിൽ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസ, അടിമൻ്റെ പേര് ബർഹ് എന്നായിരുന്നു. ഈ ബർഹ് എൻ്റെ നല്ല അടിമയാണ്, നല്ല അടിമയാണ്, എനിക്കിഷ്ടപ്പെട്ട അടിമയാണ്. പക്ഷെ ഒരു കുറവുണ്ട്. എന്താ പടച്ചോനെ ബർഹിൽ കുറവ്? അപ്പോഴോ മൂപ്പര് ഈ പുലർച്ചെ നേരത്തുള്ള കാറ്റ് ഇങ്ങനെ അടിച്ച് വീശുമ്പോൾ അതിലിങ്ങനെ ആസ്വാദനം കണ്ടെത്തും. യുഅ്ജിബുഹു നസീമുൽ സഹാർ. അപ്പോൾ അതിലിങ്ങനെ ഇൻട്രസ്റ്റ് ഫേസ്കുനില്ല. അങ്ങനെ കാറ്റ് ചില സമയത്ത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിലിങ്ങനെ ഭയങ്കര രസം ഉണ്ടാവുമല്ലോ, അതിൽ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് മൂപ്പരിക്കിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണല്ലോ, കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന കാലം. പക്ഷേ ഏത് കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് അള്ളാഹുവിനങ്ങനെ ഓർക്കണയിൽ രസം കിട്ടണം. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഇങ്ങനെ ഏത് പാർക്ക് പോയാലും ഏത് കടൽ കണ്ടാലും എന്താലേ ഇതൊക്കെ പെത്ത് പടച്ചോനിപ്പോൾ ഇതൊക്കെ ഒരുക്കിയല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു രസം അതിങ്ങനെ കാണുമ്പോൾ അള്ളാനെ ആ സമയത്ത് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് പടച്ചോൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു കൗതുകം ഇങ്ങനെ തോന്നാം. അത് വല്ലാത്തൊരു ഈമാൻ്റെ അടയാളമാണ്. ഏത് കൗതുകമുള്ള ലോകാത്ഭുതം കണ്ടാലും ഈ ആകാശഭൂമിയിൽ അത്രയൊന്നും ഏതായാലും ഇല്ലല്ലോ, ഇതൊക്കെ എത്ര നിസ്സാരല്ലേ, പടച്ചോന് ഭയങ്കരല്ലേ. ഊട്ടിയിലെ പൂക്കളുടെ ആ മഹോത്സവമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഫെസ്റ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ പൂക്കൾ കണ്ടിട്ട് ഈ പടച്ചോൻ്റെ നിർമ്മിതിയിലെ വൈവിധ്യങ്ങളും വർണ്ണങ്ങളും അള്ളാഹുവിൻ്റെ ഒക്കെ പടച്ചോനെ ഒന്നുമില്ലല്ലോ മനുഷ്യൻ്റെ അവിടെ. ഊട്ടിയിൽ പോയാട്ട് കുറേ പൂക്കളുണ്ടെന്നാണ്, അടുത്തില്ലല്ലോ പടച്ചോൻ്റെ കുറേ പൂക്കൾ അള്ളാഹു വൈവിധ്യങ്ങൾ വെച്ച് അത് ഒരുപാട് കൂടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു എന്നല്ലാതെ അത് അള്ളാഹു എടുത്ത വെള്ളം കൊണ്ട് നനച്ചു, അള്ളാഹിൻ്റെ ഭൂമിയിൽ അതിന് പറ്റിയ കാലാവസ്ഥയിൽ ചെയ്തു, അല്ല വേറെ ഒന്നുമില്ലല്ലോ അവിടെ, ഒന്നുമില്ല.
അപ്പോൾ ശരിക്കും അതൊക്കെ അള്ളാഹനെ ഓർക്കാനും മനസ്സിലാക്കാനുള്ള നല്ല അവസരങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ നല്ല രസമുണ്ടാവും, രണ്ട് രസമുണ്ടാവും. പൂക്കൾ കാണുന്ന രസവും ആ പൂക്കളുടെ സൃഷ്ടാവിനെ കാണുന്ന രസവും. നല്ല രസമുള്ള കാറ്റിങ്ങനെ വരുമ്പോൾ ആ കാറ്റിൻ്റെ പിന്നിലെ രഹസ്യം, അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം എത്രയാണ്, അതിൻ്റെ സൃഷ്ടാവിൻ്റെ സൗന്ദര്യം എത്രയാണ്, ഇങ്ങനെ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്റു അലാ മാ ഖലഖ്തനാ വഹദൈതനാ വസബ്ബൈതനാ വറസഖ്തനാ വഅത്അംതനാ വജഅലനാ മിൻ ഉമ്മത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, നിൻ്റെ മഹബ്ബത്ത് കൊണ്ടും നിൻ്റെ ദിക്ർ കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. നിൻ്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനോടുള്ള മഹബ്ബത്ത് ഞങ്ങളിൽ നീ എല്ലാ സമയത്തും നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബന ഗഫിർ ലനാ വലിവാലിദീന, പടച്ചോനെ ഞങ്ങളെ വാപ്പാർക്കുമാർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അവരെ ഞങ്ങളെ നിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ സാധുക്കളായ ഞങ്ങളെ നിൻ്റെ മഹബ്ബത്തിലായി ഈ പറയപ്പെട്ടവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ ഓർത്ത് നിന്നെ പറഞ്ഞ് ഈമാനോടുകൂടിയുള്ള മരണം ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.